ഭയം മനുഷ്യന്റെ നിഴലാണ്. അത് നിന്നെ പിന്തുടരും. നീ അതിനെ നേരിടുമ്പോഴാണ് മോചനം. പോലീസുകാരന് നിങ്ങൾ എന്താ ചെയ്തു, പക്ഷെ അവൻ എൻ്റെ കൈ കൊണ്ട് തീരാവുള്ളൂ. വണ്ടി എടുക്കണം. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇതേ ബസ് സ്റ്റാൻഡിലേക്ക് പോവാ. അതിനാ സാറേ ഇത്ര ലേറ്റ് ആയത്? അതാ വൈകി. ഞാനൊരു ചായ കുടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാ. അവനെ ഹാൻഡ് കാഫ് പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ സാറേ, വൈഫിനെ കാണിച്ചിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. സ്കാനിങ് റിപ്പോർട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാട്ടോ. ഓ, അതൊന്നും കുഴപ്പമില്ല സാർ. വൈഫിന് വയ്യായിരിക്കുമ്പോൾ ലോങ് ഡ്യൂട്ടി ഒന്നും ഇട്ടേക്കല്ലെന്ന് എന്നാ ചെയ്യാനാ? സാറേ, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാവേ. ചേട്ടാ, ഒരു വൈകിട്ട് ചേട്ടാ. ചേട്ടാ, ഒരു രൂപ വെള്ളം കൂടെ അടിക്കടാ. എടാ, ഇതൊന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ. കേസ് കിടക്കുന്നുണ്ടല്ലോ, ഇതിപ്പോൾ വേണോ? ടീച്ചറെ, ഓപ്പറേഷന് മുമ്പ് ചേട്ടൻ എന്നെ കാണാൻ വരുമോ? വരും. അവന് നിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? ഓപ്പറേഷൻ മുമ്പ് അവൻ വന്നില്ലെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ് നീ ഇറങ്ങുമ്പോൾ അവനിവിടെ ഉണ്ടാകും. അതിനു മുമ്പ് ഡോക്ടർ പറഞ്ഞ പോലെ ഓപ്പറേഷനിടയിൽ ഞാൻ മരിച്ചു പോയാലോ? മോളിവിടെ ഇരിക്കും, ഞാൻ പോയി റിസൾട്ട് വാങ്ങിയിട്ട്. സാറേ, അരമണിക്കൂർ കൂടി ബസ് ലേറ്റ് ആണ്. ഞാൻ നാളെ ജയിൽ സൂപ്പറിനെ വിളിച്ച് പറഞ്ഞേക്കാം. മെസ്സേജ് കാണും. സാർ ഒരു മണിയാവോ? അവന് ഫുഡ് എന്തെങ്കിലും ഒന്ന് മേടിച്ച് കൊടുത്തേക്കാവോ? ആ, നോക്കട്ടെ സാറേ. സാറേ, എനിക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? അത് നീ പറയുന്ന പോലെ ഇരിക്കും. സാറേ, എൻ്റെ പെങ്ങളിവിടെ ആശുപത്രിയിലാണ്. എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ? നമ്മളവിടെ പിക്നിക്കിന് വന്നതല്ല, എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ളതാ. നിനക്ക് വിശക്കുന്നുണ്ടോ? വാ, വല്ലതും പോയി കഴിക്കാം. ഹലോ. ആ അമ്മച്ചി, ഞാനിവിടെ വന്നേ ഉള്ളൂ. വരാൻ കുറച്ച് വൈകും. എന്നാണ് ഒരു പെരുന്നാളായിട്ട് നിനക്ക് വരാൻ പോലും സമയമില്ല? എൻ്റെ പൊന്നമ്മ, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ലെന്നേ. എൻ്റെ ഡ്യൂട്ടി കഴിയുമ്പോൾ ഞാൻ വരാം. ഞാൻ വരാൻ കുറച്ച് വൈകും. നിന്റെ വലിയൊരു ഡ്യൂട്ടി. വെളിച്ചാഞ്ഞനും ആൻറ്റിമാരും വന്നായിരുന്നോ? അവരൊക്കെ വന്നിട്ട് കുറച്ച് മുമ്പാണ് പോയത്. ചേട്ടായില്ലായിരുന്നു? അവൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി. പിന്നെ ആന്റി കോതമംഗലത്തു നിന്ന് ഒരു പെണ്ണിന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓ, അയച്ചേക്ക്, ചുമ്മാ കാണാലോ. പെങ്കച്ചോ എങ്ങനെയുണ്ട്? നല്ല പഠിപ്പുള്ള കൊച്ചാടാ, പിന്നെ കാണാനും കൊള്ളാം. അമ്മച്ചെല്ലാം കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചായിരുന്നടാ കൊച്ചേ. ആണോ? എന്നാ കിടന്നു. ഇപ്പൊ കിടക്കാനോ? ഞാൻ കുറച്ച് റീൽസൊക്കെ കണ്ടിട്ടേ കിടക്കും. ശരി. ഹലോ സാറേ, തട്ടുകട കഴിയാൻ കയറിയേക്കുവാ. ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നു സാറേ? ഹലോ 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 സാറേ. എടാ, എഴുന്നേറ്റ് വാടാ. എന്താ സാറേ?
സാറേ എന്താ സാറേ ഇത്? സാറേ മിണ്ടാറമ്മയിലോ സാറേ ഇവനിവിടെ വിട്ടിട്ട് സാറിൻ്റെ രക്ഷപ്പെട്ടു അതാ സാറിന് നല്ലത്. എടാ നിങ്ങളിപ്പോൾ പോകാൻ നോക്ക്. നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. സാറിപ്പോൾ ഇവനെ കൊണ്ട് കൊടുത്ത് തീറ്റിപ്പോറ്റാനല്ലേ? ഇവനെ പണിഞ്ഞാലും സാറിനെ പണിഞ്ഞാലും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. അവൻ വരുമ്പോൾ തന്നെ കാണും. നിങ്ങൾ ഈ ഏരിയ ഫുള്ള് നോക്ക്. നീ അങ്ങ് മാറിയല്ലേ അവിടെ. അമ്മ രക്ഷപ്പെട്ടു. ചേട്ടാ ഈ ഫോൺ നോക്കിയതോ? എന്നേട്ടാ ഫോൺ നോക്കിയതോ? പോണോ? കടടയ്ക്കാൻ പോണേട്ടാ. ഒരു 5 മിനിറ്റ് അർജൻറ്റായിരുന്നു. നോക്കട്ടെ സാറേ. ആരാ സാറേ അവരൊക്കെ? അവരെന്തിനാ നമ്മളെ ഇട്ടി ഓടിക്കുന്നു? എടാ നീയൊക്കെ ഓരോ കഴപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ ചെയ്തോണം പോയെ. അതിന് ഞാൻ എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ സാറ് കണ്ടോ? നീ എൻ്റെ അടുത്ത് കഴിക്കുന്ന അമ്മ. നിനക്ക് വെള്ളം വേണോ? വേണ്ട. സാറേ നിങ്ങളെല്ലാവരും പീഡിപ്പിച്ചെന്ന് പറയുന്ന പെൺകുട്ടിയുടെ പ്രായത്തിലുള്ളൊരു പെങ്ങൾ എനിക്കുണ്ട് സാറേ. അവളുടെ ഓപ്പറേഷന് വേണ്ടിയാണ് ഞാൻ ഈ നാട്ടിൽ വന്നത്. ഒരു ദിവസം അവളുടെ സ്കൂളിലൊരു ടീച്ചർ വിളിച്ചിട്ട് അവൾ തല ഇറങ്ങി വേണമെന്ന് പറഞ്ഞു. അവളെ കൊണ്ട് ആശുപത്രി പോയി. അന്നാണ് ഞങ്ങൾ അറിയുന്നത് അവളുടെ തലയ്ക്കകത്തൊരു മഴ വളരുന്നുണ്ടെന്ന്. അരുണ, നീ കരയാതെ അവളുടെ മുന്നിൽ വെച്ച്. അവക്കെല്ലാം അറിയാം. അവളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് പോലും നീ വിഷമിക്കാതെ ഇരിക്കാനായിട്ടാ. ഡോക്ടർ എല്ലാം പറഞ്ഞു അവളോട്. അങ്ങനെ അവളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഈ നാട്ടിൽ വന്നിട്ട് അവളുടെ മരുന്നിന് വേണ്ടിയുള്ള ചിലവിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കഫേയിൽ ഡെലിവറി ബോയ് വന്ന് അങ്ങനെ പെങ്കൊച്ചിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഡെലിവറിക്ക് പോയപ്പോൾ സാറേ അവളെയും വേറൊരു ചെറുക്കനെ ഞാനവിടെ കണ്ടേ. അവരെന്തോ മാലയും വളയൊക്കെ കൈമാറ്റം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വേറൊരു ദിവസം അവളുടെ വീട്ടിൽ ഡെലിവറിക്ക് വന്നപ്പോഴേക്കും ഹായ് അവർ പോയായിരുന്നു. അവർ പോയായിരുന്നു.
ആ ചേട്ടാ, ആ ഗ്യാസ് ലീക്കാണെന്ന് സംശയം. ഒന്ന് വന്ന് നോക്കാവോ? ആ ഏയ് കുഴപ്പമൊന്നുമില്ലല്ലോ, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ട്യൂബ് പഴകുന്നതിനനുസരിച്ച് ചിലപ്പോൾ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇത്തെ പണിയുണ്ട, വീട്ടുകാർ വന്നിട്ട് എന്നാന്ന് വെച്ചാൽ പറഞ്ഞ് ശരിയാക്കിയാൽ മതി. അവക്കിപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, അടുത്ത ആഴ്ച തന്നെ ഓപ്പറേഷൻ ഉണ്ടാവും. ആ ഞാനും അതിൻ്റേതായ തിരക്കൊക്കെ ആയിട്ട് പോയിട്ട് തിരക്കുണ്ട്, പോയേക്കുവാ. ഹെൽമെറ്റ് വേണ്ടായിരുന്നു. ആ ഹാ. എന്നിട്ട് ഞാൻ ഇറങ്ങാൻ നേരത്ത് ആരോ ഒരുത്തൻ വന്ന് എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പൊട്ടിച്ചിട്ട് പുറകെ ചെന്നെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ കൊച്ചിൻ്റെ മൊഴി കൊണ്ടും CCTVയുടെ അടിസ്ഥാനത്തിലും പ്രതി ഞാനായി. ഇന്ന് രാത്രി എൻ്റെ പെങ്ങളുടെ ഓപ്പറേഷനാണ് സാർ. എനിക്ക് എങ്ങനെയും അവളെ കാണണം സാറേ. എന്നാ സാറേ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ആ ശരി. ഹലോ സാറേ. നിങ്ങളെവിടെയാ? ഫോൺ സ്വിച്ച് ഓഫ് ആയോ? ആ സാറേ, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഞാനിവിടെ ഒരു കടയിൽ കുത്തിയിട്ടേക്കുമായിരുന്നു. എൻ്റെ പൊന്ന് സാറേ, അമ്മ ഞങ്ങളുടെ നേരെ കത്തിയൊക്കെ ആയിട്ട് വന്നു. എന്നിട്ട് ഞങ്ങളിപ്പോൾ അവിടെ നിന്നെല്ലാം ഓടി വേറെ റൂട്ടിൽ കയറി. അവന് വല്ലതും പറ്റിയോ? ഇല്ല സാറേ, കുഴപ്പമൊന്നുമില്ല അവന്. ആ ലൊക്കേഷൻ എനിക്ക് വേഗം വന്നിട്ടേ. ആ അയക്കാം സാറേ. സാറേ, അവനവൻ്റെ പെങ്ങളെ ഒന്ന് കാണണമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ എന്നാ ചെയ്യണ്ടേ? ചിന്തിക്കാനായിരിക്കുന്നത് പറ്റുമായിരുന്നു തന്നെ അങ്ങ് പറഞ്ഞേക്കണം. അല്ല സാറേ, അവന് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? അവന്മാരെ രക്ഷപ്പെടാൻ വേണ്ടി പല പരിപാടി നോക്കും. നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അവൻ എന്തെങ്കിലും പറ്റി ചാടിപ്പോയാൽ സാറിന് മാത്രമല്ല നമ്മൾ രണ്ടുപേരും കൂടെ പണിയാ പോകുന്നതെന്ന് ഓർത്തു. ഹലോ സാറേ, ഓരോ പ്രതികൾക്കും ഓരോന്ന് പറയാൻ കാണും. സാറ് പുതിയതായതുകൊണ്ടാണ്. സാറിപ്പോൾ എവിടെ ഉള്ളതെന്ന് പറ, ലൊക്കേഷൻ ഒന്ന് അയക്ക്. നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയാണ് സാറേ വലുത്. ഹലോ ഹലോ സാറേ, ഹലോ സാറേ. ഇവനാ സാറേ, ഇവനാ കൊച്ചിൻ്റെ സ്വർണ്ണം വാങ്ങിക്കൊണ്ടത്. സാറേ, രക്ഷിക്കു സാറേ, സാറേ. എൻ്റെ വീട്ടിൽ കയറി ഉണ്ടാക്കിയിട്ട് ഈ പൊലയാടി മോൻ്റെ കൂടെ ജയിലിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചോ അമ്മായിരേ. സാറേ, സാറേ. വ്യക്തികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പോലീസ് സേനയുടെ അന്തസ്സിന് ചേർന്ന രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. എനിക്കിവിടെ എത്ര പേരെ അടിച്ചിടാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ എനിക്ക് ജീവനുണ്ട്. നീ നിന്റെ പെങ്ങളെ കണ്ടിരിക്കും. കൊല്ലട മൈരനെ.
ഇത് മാത്രം എന്താ ഇത്ര കഴുപ്പ്? കൊല്ലടാ കൊല്ലടാ അവനെ. ഇവരൊക്കെ പറയുന്ന പോലെ ഞാനൊന്നും വേണ്ട ചേട്ടാ, എനിക്കറിയാം ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. ആരും വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കും ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. സാറ് ചെയ്തത് വലിയൊരു കാര്യമാണ്. ഓപ്പറേഷന് മുമ്പ് അരുണിനെ കാണുക എന്നുള്ളത് അവളുടെ വലിയൊരു ആഗ്രഹം. കൊച്ചിനിപ്പോൾ എങ്ങനെയുണ്ട്? അവൾക്ക് നാളെയാണ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ കഴിഞ്ഞാലും ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. ഒരു മിനിറ്റ്. ഓക്കെ. ഹലോ ഹലോ. ആ ജോയ് സാറേ. സാറേ അവനെ കൊണ്ടുപോകാനായിട്ട് ജയിലിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്, വണ്ടിയിൽ താഴെ ഉണ്ട്. സാറേ ഞാൻ അവരൊക്കെ ഹാൻഡ് ഓവർ ചെയ്തേരെ, ബാക്കി അവർ നോക്കിക്കോളൂ. ശരി സാർ. ഞാൻ പറഞ്ഞില്ലേ സാറേ, വേറെ ആരും വിശ്വസിച്ചില്ലേലും എൻ്റെ പെങ്ങൾ എന്നെ വിശ്വസിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് സാർ. നീ നന്ദിയൊന്നും പറയണ്ട. നിന്നെ കൊണ്ടുപോകാൻ അവർ വന്നിരിക്കുന്നു. അരുണേ, നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനെ ചെയ്യത്തുള്ളൂ. കാരണം ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. വെല്ലൂർ പോസ്കോ കേസിൽ പുതിയ വഴിത്തിരിവ്. പ്രതിയായിരുന്ന അരുണിൽ നിന്നും കേസ് പെൺകുട്ടിയുടെ സഹോദരന്റെ സുഹൃത്ത് ജോയലിലേക്ക്. പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെയാണ് സത്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഈ കേസിൽ ഇപ്പൊ പ്രതിയായിരിക്കില്ല. അരുൺ ചേട്ടനല്ല എന്നോട് ഇങ്ങനെ ചെയ്തു. എന്റെ ചേട്ടൻ കൂട്ടുകാരൻ ജോയല. സാറേ, പേടിച്ചിട്ട് ഞാൻ സത്യം പറയാഞ്ഞേ. ജോച്ചേട്ടായ പറഞ്ഞേ ഇങ്ങനെയൊക്കെ മതിയെന്ന്. മോളെന്തിനാ പേടിക്കുന്നത്? ഇവിടെ നീതി നടപ്പാക്കാൻ ഒരു കോടതിയുണ്ട്. മോൾക്കൊക്കെ സുരക്ഷ നൽകാൻ
എന്നെപ്പോലുള്ള കുറേ പോലീസുകാരും. അന്യസംസ്ഥാനത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടാ നിനക്ക് ഡ്യൂട്ടിക്ക് പോണ്ടേടാ.